ഗൂഡല്ലൂരിൽ കടുവ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. തോട്ടം തൊഴിലാളിയായ ബാലകൃഷ്ണൻ എന്നയാളാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി പി ജോഷിലയാണ് ചേരുന്നത്. ജോഷില, എപ്പോഴായിരുന്നു സംഭവം? അക്ഷയ്, ഇന്നലെ രാത്രി ആണ് സംഭവം നടന്നിട്ടുള്ളത്. ഇന്നലെ രാത്രി വീട്ടിലേക്ക് വെള്ളം തുറന്നു വിടാനായി പോയതായിരുന്നു ബാലകൃഷ്ണൻ തിരിച്ചു വരാത്തതിനാൽ രാത്രി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. നിരന്തരം കാട്ടാനകളും പുലിയും കടുവയും ഇറങ്ങുന്ന പ്രദേശമാണിത്. രാവിലെ വീണ്ടും തിരച്ചിൽ നടത്തിയപ്പോഴാണ് കടുവ ഭക്ഷിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. നെഞ്ചിൻകൂടിന്റെ ഭാഗവും ഒരു കാലും കടുവ തിന്ന നിലയിലാണ്. വളരെ ക്രൂരമായ രീതിയിൽ ആക്രമിച്ചതായാണ് ആ ഒരു ചിത്രം പോലും നമുക്ക് കാണാൻ സാധിക്കാത്ത വിധത്തിലാണ്. അത്രയേറെ മാന്തി കീറിയ ഒരു അവസ്ഥയിലാണ് ശരീരമുള്ളത്. നിരന്തരം വന്യജീവി ആക്രമണം നേരിടുന്ന മേഖലയായതിനാൽ വനംവകുപ്പ് നടപടികൾ കൈക്കൊള്ളാത്തതിനാൽ സ്ഥലത്ത് നാട്ടുകാർ വൻ പ്രതിഷേധത്തിലാണ്. 54 വയസ്സായിരുന്നു ബാലകൃഷ്ണന്. മൃതദേഹം ഇപ്പോൾ ഗൂഡല്ലൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിരിക്കുകയാണ്. അക്ഷയ്, ജോഷില, അവിടെ ഇപ്പോഴും പ്രതിഷേധം നിലനിൽക്കുകയാണോ ഈ സ്ഥലത്ത്? നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. വനം വകുപ്പ് വേണ്ട നടപടികളൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. നിരന്തരം കാട്ടാനയും അതുപോലെ തന്നെ പുലിയും കടുവയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണിത്. നിരന്തരം ആളുകളെ മൃഗങ്ങൾ ഭക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്നിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതിനാലാണ് നാട്ടുകാർ ഇവിടെ പ്രതിഷേധം നടത്തുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിരിക്കുകയാണ്. ഗൂഡല്ലൂരിൽ ഇതൊരു നിത്യസംഭവമായി മാറുന്ന അവസ്ഥയാണ്. ഇന്നലെ രാത്രി വീട്ടിലേക്ക് വെള്ളം തുറന്നു വിടാനായിട്ടാണ് ബാലകൃഷ്ണൻ പോയിട്ടുള്ളത്. പക്ഷേ തിരിച്ചു വരികയുണ്ടായില്ല. രാത്രി തിരച്ചിൽ നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. കാരണം നിരന്തരം വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന മേഖലയായതിനാൽ രാത്രി അവിടെ തിരച്ചിൽ നടത്തിയിട്ടൊന്നും കാണാത്തതിനാൽ തിരിച്ചു വരികയായിരുന്നു ആളുകൾ. രാവിലെയാണ് മൃതദേഹം ഈ രീതിയിൽ കാണാൻ സാധിച്ചത്. ശരി, പി ജോഷിലാണ് വിവരങ്ങൾ നൽകിയത്.